എല്ലാവർക്കും നമസ്കാരം. ഗുഡ് സമാരിറ്റൻ ഇൻ മൈ ലൈഫ് എപ്പിസോഡ് 1. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ ആളുകൾ ഓരോ സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാനും ഓരോ കാര്യത്തിൽ നമ്മളെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് നമുക്കൊരു കൈ സഹായം തന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടല്ലേ. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നപ്പോഴും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ ചലഞ്ചസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്കത് ഇങ്ങനെ അതൊരു എല്ലാവരിലേക്കും എത്തിക്കണം, ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് എന്നോർത്തുകൊണ്ടാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 2-ലോ 3-ലോ പഠിക്കുമ്പോഴായിരിക്കും ഞാനൊരു ഇങ്ങനെ ഒരു ഹിൽ ഏരിയ, അതായത് ഒരു വനപ്രദേശത്തായിരുന്നു അന്ന്. വനം പിടിച്ച് എടുത്ത് എൻ്റെ ഇങ്ങനെ ഗ്രാൻഡ് പേരൻസ് വഴി ഭൂമിയൊക്കെ പിടിച്ചടക്കി അങ്ങനെ താമസിക്കാൻ വന്നവരാണ് ഞങ്ങളന്ന് ആ മലയിൽ. അപ്പോൾ അവിടെ ട്രൈബൽസ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ പോകുന്നത് എൻ്റെ അപ്പച്ചൻ്റെ ട്വിൻസായ അപ്പച്ചൻ്റെ അനിയനും ഒരനിയത്തിയും, രണ്ടുപേരും ട്വിൻസാണ്. അവരുടെ കൂടെയാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ സ്കൂൾ വേറെ, അവർ വേറെ സ്കൂളിലും ഞാൻ LP സ്കൂളിലും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരുടെ സ്കൂളിലേക്ക് ഞാൻ നടന്നു വരും. എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ അവരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. കാരണം കാട്ടിൽ കൂടെ പോകണം, വന്യമൃഗങ്ങളൊക്കെ ശല്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഉൾക്കാടാണ്. അപ്പോൾ അതുകൊണ്ട് അതന്നെ അവരുടെ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. കാരണം എൻ്റെ സ്കൂളിൽ നിന്ന് അവരുടെ സ്കൂളിൽ വരണം, അവരുടെ ക്ലാസ് കഴിയുന്നതിന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ പലപ്പോഴും എനിക്ക് അസൗകര്യമായിട്ട് തോന്നും. ഞാൻ വീട്ടിൽ പറയും, അന്നേരം അവർ പറയും കുഞ്ഞല്ലേ, അതേ കൂടെ ഒറ്റയ്ക്ക് വരാൻ പാടാണ്, പേടിക്കണം, അങ്ങനെ ഒറ്റയ്ക്ക് വരണ്ട, അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റിയല്ല എന്ന് പേരൻസ് പറയും. പക്ഷേ എനിക്ക് എന്നാലും ഒറ്റയ്ക്ക് പോകണമെന്ന് ആയിരിക്കും എപ്പോഴും ആഗ്രഹം. കാരണം ഇവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ, അത് കഴിഞ്ഞ് വേറെ വഴി കൂടെയൊക്കെ പോകണം അങ്ങനെ. പക്ഷേ ആളുകൾ അതിൽ കൂടെ പാസ് ചെയ്തിട്ട്, ട്രൈബൽസാണ് കൂടുതലും പോകുന്നത്. അവർ സിറ്റിയിലോട്ട് വന്ന് എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ വരുന്നവരും പണിക്ക് വരുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനങ്ങ് തീരുമാനിച്ചു തന്നെ നടന്നു പോകാമെന്ന്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകാൻ വഴി എളുപ്പമുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ഞാൻ നേരിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ ഉൾക്കാട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് 2 വലിയ പാമ്പ്. അത് കണ്ട് ഞാൻ അലറി കൂവി ഞാൻ തിരിച്ചു ഓടി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ട്രൈബൽ ആൾ വരുന്നുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു എന്ത് പറ്റി മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിയ പാമ്പ്, എനിക്ക് പേടിയാണോ അതിൽ കൂടെ പോകാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒന്ന് മുമ്പോട്ട് പോയി അവിടെ എന്നോട് നിൽക്കാൻ പറഞ്ഞു. എന്നെ നിർത്തിയിട്ട് മുമ്പോട്ട് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി ഡേഞ്ചറസ് ആയി അതിൽ കൂടെ പാസ് ചെയ്യാനായിട്ട് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ നമുക്ക് വേറെ വഴി കൂടെ പോകാൻ, ഞാൻ നിന്നെ കൊണ്ടുപോയി പറഞ്ഞിട്ട് എൻ്റെ കയ്യെ പിടിച്ച് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആറുണ്ട്. ആ ആറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ കൂടെ നടന്ന് വേണം കയറി പോകാനായിട്ട്. അപ്പോൾ അതിന് താഴോട്ട് വലിയൊരു കുഴിയും വലിയ പാറയൊക്കെ. അപ്പോൾ അവിടെ എത്തുമ്പം എന്താണെങ്കിലും ഞാൻ ആരുടെയെങ്കിലും കൈ പിടിച്ചേ പോകത്തുള്ളൂ, പേടിയായിരിക്കും. താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വെള്ളത്തിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പേടിയായതുകൊണ്ട് ഞാൻ അവിടെ സാധാരണ ഇതിൽ എൻ്റെ കൊച്ചപ്പനാണേലോ അമ്മായിയാണേലോ ആര് കൂടെ ഉണ്ടെങ്കിലും അവരുടെ കൂടെ ഞാൻ കൈ പിടിച്ചേ കയറി പോകത്തുള്ളൂ. അപ്പം അയാൾ എന്നെ കൈ പിടിച്ച് എൻ്റെ അവിടെ കയറ്റി പാറയ്ക്കൂടെയൊക്കെ കയറ്റി കൊണ്ടുപോയി വീട്ടിൽ വരെ കൊണ്ടുപോയി വിട്ടു. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ 3-4 ദിവസത്തിന് ഭയങ്കര പനിയൊക്കെ ആയിട്ട് സുഖമില്ലാണ്ട് പോയി, പേടി കിട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ദിവസം അന്ന് തറവാട് വീടും ഞങ്ങളുടെ വീടും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഒരു ഏക്കറോളം വ്യത്യാസമുണ്ട്. അപ്പോൾ വലിയ മലയും കുറേ കൃഷി, നെല്ല്, കപ്പ, കരിമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ കൃഷി അന്ന്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഈ പണിയാണ്. അന്നേരം അന്ന് പുല്ല് വീട് ഇങ്ങനെ ഈ ഇല്ലിയും അതൊക്കെ വെച്ച് സൈഡൊക്കെ ഇങ്ങനെ ചുമ്മാ പുല്ലുകൊണ്ട് തന്നെ ഇല്ലിയൊക്കെ വെച്ച് കെട്ടിയേക്കണ വീടാണ്. അപ്പോൾ ഈ വീടിനകത്ത് ഒരു ദിവസമാണെങ്കിൽ പാമ്പ് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ആ കഴുക്കാലക്കൂടെയൊക്കെ പാമ്പ് വരും. അങ്ങനെ പേടിച്ച് അലറി കരയുമ്പോഴത്തേനും അവിടെ പണി ചെയ്തിരുന്ന ട്രൈബൽ സ്ത്രീ, ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, അവരെന്നെ കോരിയെടുത്ത് അങ്ങനെ ഒരു മരത്തണലിൽ കൊണ്ടുപോയിരുത്തി എനിക്ക് വെള്ളവും ഭക്ഷണമൊക്കെ തന്നു. അത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ നാടും വീടുമൊക്കെ വിട്ട് പഠിക്കാനൊക്കെ പോയി തിരിച്ച് ഇടയ്ക്ക് വന്ന സമയത്ത് അമ്മച്ചിക്ക് അന്നും ഇവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. കാരണം അമ്മച്ചി ഈ ഹെൽത്തിൻ്റെയും ഇതിൻ്റെ സർവേ എടുക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ എന്നെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ വന്നു. അന്നത്തെ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ അധികം തുണിയൊന്നും പറിക്കും അല്ലാതെ തുണിയായിട്ട് ഇങ്ങനെ നമ്മളിടുന്ന പോലെ ബ്ലൗസ്, സാരി അങ്ങനത്തെ തുണികളൊന്നും അവരിടില്ല. ചെറിയൊരു മുണ്ടോ ഇപ്പം മറയ്ക്കാനുള്ള ഒരു തുണി അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയായിരുന്നു
അതായിരുന്നു അവരുടെ വേഷം. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവരുടെ ചെവി, വലിയ ചെവിക്കകത്ത് ഇങ്ങനെ ഓലയുടെ സാധനം ചുറ്റിയ സാധനമാണ്. കമ്മലെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം ഇങ്ങനെ ഈ ഇലയും കായും പൂവും അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് അവരെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ആ ഒരു കമ്മലിങ്ങനെ വലിയ തുളയുള്ള ചെവിയും ഫേസ് ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ലായിരുന്നു. പക്ഷേ ആ ഒരു വേഷവും അവരുടെ അവരെന്നെ എടുത്തു കൊണ്ടുപോയതും അവരെന്നെ ഇരുത്തി ഭക്ഷണം തന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ എന്നെ കാണാൻ വന്നപ്പോൾ അന്ന് അവർ സാരിയൊക്കെ കൊടുത്ത് അവർ സിറ്റിയിലോട്ട് മാറി, അവരുടെ പരിഷ്കാരങ്ങളൊക്കെ മാറി, കൾച്ചറൊക്കെ മാറി. പക്ഷേ എന്നിട്ടും അവർ വളരെ സ്നേഹത്തോടെ എന്നെ കാണാൻ വന്നു. കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് ആ ഫേസ് ഓർമ്മയുണ്ട്. അങ്ങനെ കാണാൻ വന്നു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം. ഞാൻ ഒത്തിരി വലുതായി കഴിഞ്ഞ് പഠിക്കാനൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്താണ് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, അവൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് ഞാൻ വരുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ആ ഒരു സ്നേഹബന്ധം പുതുക്കി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അവരെയൊക്കെ ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. എന്തൊക്കെ അപകടങ്ങളിൽ നിന്ന് അവർ ആ സമയത്ത് എന്നെ സഹായിച്ചു. ഞാൻ കുഞ്ഞായിരുന്നു, എൻ്റെ അപ്പച്ചനെ അമ്മച്ചി വരുന്നിടം വരെ എന്നെ നോക്കി. അങ്ങനെ എന്നെ സഹായിച്ച അവരെയൊക്കെ ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ബൈ.